ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നമുക്കൊപ്പമുണ്ട്. ശ്രീ വി വസീഫ്, താങ്കൾ ഒരു അധ്യാപകൻ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അധ്യാപകൻ മറുഭാഗത്ത് നിന്നുകൊണ്ട് പറയുകയാണ് സൂംബ അല്പവസ്ത്രമിട്ടുള്ള തുള്ളലാണ്, അതൊന്നും സ്കൂളുകളിൽ നടപ്പില്ല എന്ന്. എന്ത് സംസ്കാരമാണിത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സങ്കുചിത നിലപാടാണിത് വി വസീഫ്? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതികരണം ഈ പുരോഗമന കേരളത്തിൽ അനുവദിക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ ജൽപ്പനങ്ങളെയെല്ലാം അതിജീവിച്ച് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്നല്ല ഇതിനെ പറയേണ്ടത്, തീർത്തും അരോചകമായ, തീർത്തും നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് ഈ പൊതുവിദ്യാലയങ്ങളുടെ അന്തസ്സിനെ, യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രതികരണം നടത്തുന്ന തീവ്ര ചിന്താഗതിക്കാരെയെല്ലാം അകറ്റി നിർത്തുകയും അവരെയെല്ലാം ഈ പൊതുസമൂഹം തിരിച്ചറിയുകയും വേണം എന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഈ പുരോഗമനപരമായ നിലപാടുകളോടൊപ്പം ഡിവൈഎഫ്ഐ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. കൂട്ടായ്മ വളർത്തിയെടുക്കുക, നമ്മുടെ മനസ്സുകൾക്കിടയിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നിർത്തുക, ഒരുമിച്ച് ജാതിയും മതവും മറ്റ് സാമ്പത്തിക വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നു വരിക എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് പൊതുവിദ്യാലയങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. അവിടെ ഇതുപോലെയുള്ള സങ്കുചിത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ആ താല്പര്യങ്ങൾക്ക് മുമ്പിലൊന്നും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നിന്നുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ വി വസീഫ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഭാരവാഹിത്വത്തിൽ ഇരുന്നു കൊണ്ടാണ് ഒരു അധ്യാപകൻ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം മതപരമായ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്ന കുറെ ചിന്തകളാണ്. അത് അദ്ദേഹത്തിന്റെ മതവും അദ്ദേഹത്തിന്റെ വിശ്വാസവും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, പക്ഷേ അത് കുട്ടികളിലേക്ക് അതേ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകുന്നത് അവരെയും അങ്ങനെ പരിവർത്തനം ചെയ്യുകയാണ്. എന്റെ മകനെയും ഞാൻ വിടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മകനെ വിടുകയോ വിടാതിരിക്കുകയോ ചെയ്യുന്നത് ഒരു രക്ഷിതാവ് നിലയിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതൊരു പൊതുമധ്യത്തിൽ ഒരു പോസ്റ്റായി ഇടുകയും സമാന ചിന്താഗതിയിലേക്ക് അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ളവരെങ്കിലും എത്തണം എന്നൊരു നിർബന്ധ ബുദ്ധിയും നമുക്ക് ആ പോസ്റ്റിൽ കാണാൻ കഴിയും. അതിനെ എങ്ങനെയാണ് കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുക? ശ്രീ വി വസീഫ്, അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു താലിബാനിലേക്ക് പോകില്ലേ? അവർക്ക് അവരുടേതായ മതം പ്രചരിപ്പിക്കാനും അവരുടെ ആശയം പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം വരണം എന്ന് വാശി പിടിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ മതം പഠിപ്പിക്കാനും അവരുടേതായ ആദർശം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും സൗമ്യമായി അപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശ്രീ വസീഫ്, ഈ ഒരു ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ല നമുക്കുള്ളത് എന്നതാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.